രാജ്യം 1971 ശേഷം ആദ്യത്തെ മോക്ക് ഡ്രിൽ നടത്താൻ പോവുകയാണ്. ഒരു മിലിറ്ററി ഓപ്പറേഷൻ മുൻപാകെയോ ഒരു യുദ്ധാന്തരീക്ഷമുണ്ട് എന്ന് ബോധ്യപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ മോക്ക് ഡ്രില്ലുകൾ സംഘടിപ്പിക്കാറ്. 1971 പാകിസ്ഥാനെതിരായ യുദ്ധത്തിന് തൊട്ടു മുമ്പാണ് ഇന്ത്യ മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത് അവസാനമായി. എന്താണ് മോക്ക് ഡ്രിൽ? എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എന്താണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇത് കാണുന്നവർ എന്താണ് നാളെ തയ്യാറെടുക്കേണ്ടത്? നമുക്ക് നോക്കി വരാം. എന്താണ് മോക്ക് ഡ്രിൽ? നമുക്ക് അതൊന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം. 1971 ശേഷം നടക്കുന്ന ആദ്യത്തെ മോക്ക് ഡ്രില്ലാണ്. അതായത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ നല്ലൊരു വിഭാഗം ആ സമയത്ത് മോക്ക് ഡ്രില്ലിൽ ജനിച്ചിട്ടുണ്ടാവണമെന്നില്ല. മോക്ക് ഡ്രിൽ നടക്കുന്നത് ഒരു മിലിറ്ററി മോക്ക് ഡ്രിൽ അല്ല എന്നത് പ്രത്യേകം പറയട്ടെ. അതൊരു സിവിൽ മോക്ക് ഡ്രില്ലായിരിക്കും പ്രധാനമായിട്ടും നടക്കുക. ഒരു പെട്ടെന്ന് വരുന്ന ഒരു യുദ്ധ സാഹചര്യത്തിൽ, പെട്ടെന്ന് വരുന്ന ഒരു സൈനിക നീക്കത്തിൽ, പെട്ടെന്ന് വരുന്ന ഒരു വ്യോമാക്രമണത്തിൽ നമ്മൾ എന്ത് പ്രതിരോധം സ്വീകരിക്കണം എന്നതാണ് ഈ മോക്ക് ഡ്രില്ലിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. എയർ റെയ്ഡ് വാർണിംഗ് സൈറണുകൾ മുഴങ്ങും. നാളെ ഈ പറയുന്ന ജില്ലകളിൽ എയർ റൈഡിംഗ് സൈറണുകൾ മുഴങ്ങും. അതൊരു വാർണിംഗ് സൈറണാണ്. അതായത് നമ്മളുടെ രാജ്യത്തെ ഒരു ശത്രു രാജ്യം വ്യോമാക്രമണത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നു, വ്യോമാക്രമണം ആരംഭിക്കുന്നു എന്നതിൻ്റെ മുന്നോടിയായി അത്തരത്തിലുള്ള സൈറണുകൾ മുഴങ്ങും. ആ സൈറണുകൾ ഇന്ത്യയിൽ ഈ പറയുന്ന 259 ജില്ലകളിലും നാളെ മുഴങ്ങും. ജനങ്ങളെ വേഗത്തിൽ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാൻ പരിശീലനം ലഭിച്ച സിവിൽ ഉദ്യോഗസ്ഥരും അതേപോലെ പാരാമിലിറ്ററി അർദ്ധസൈനിക വിഭാഗങ്ങളും അതിനുവേണ്ടി പരിശ്രമിക്കും. അതായത് അവർക്ക് ഏറ്റവും സുരക്ഷയുള്ള ഇടങ്ങളിലേക്ക് ഈ സൈറൺ കേട്ടാൽ ഉടൻ തന്നെ മാറി നിൽക്കുക. സാധാരണ നമ്മൾ കാണാറുണ്ട്, ഏരിയൽ ബോംബിംഗ് ഒക്കെ വരുന്ന സമയത്ത് ബങ്കറുകളുള്ള സ്ഥലങ്ങളിൽ ബങ്കറുകളിലേക്ക് മാറാൻ, ഏറ്റവും സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറാൻ, വീട് വിട്ടിറങ്ങി ഏറ്റവും സുരക്ഷിതമായ ഭാഗങ്ങളിലേക്ക് പോകാനൊക്കെയുള്ള നിർദ്ദേശങ്ങളാണ് വരിക. ജനങ്ങളെ വേഗത്തിൽ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കണം. സിവിൽ ഡിഫൻസും വ്യോമസേനയും തമ്മിലുള്ള ഹോട്ട്ലൈൻ, റേഡിയോ ബന്ധങ്ങൾ എന്നിവ പരീക്ഷിക്കും. ഏതെങ്കിലും തരത്തിൽ ഇങ്ങനൊരു സൈനികാക്രമണത്തിന് നമ്മളുടെ രാജ്യത്തെ തിരഞ്ഞെടുത്തു എന്നറിഞ്ഞാൽ ആ നിമിഷം തന്നെ വ്യോമസേനയും സിവിൽ ഡിഫൻസും തമ്മിലൊരു ഹോട്ട്ലൈൻ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. ആ ഹോട്ട്ലൈൻ കമ്മ്യൂണിക്കേഷനിലാണ് ഈ ആക്രമണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറുക. കൺട്രോൾ റൂമുകളുടെയും ഷാഡോ റൂമുകളുടെയും പ്രവർത്തനക്ഷമത പരിശോധിക്കും. വിളിച്ചാൽ കിട്ടുന്ന നമ്പറുകൾ, കൃത്യമായ മെസ്സേജിംഗ് സംവിധാനങ്ങളൊക്കെ നാളെ പരിശോധിക്കും. വിദ്യാർത്ഥികളിൽ ഉൾപ്പെടെയുള്ളവർക്ക് സിവിൽ ഡിഫൻസിൽ പരിശീലനം നൽകുക എന്നുള്ളതാണ്. പെട്ടെന്നൊരു ആക്രമണം ഉണ്ടായാൽ ആ പ്രദേശത്തേക്ക് നമ്മളുടെ ശത്രു രാജ്യത്തിൻ്റെ സൈനികർ കടന്നു കയറിയാൽ അവരെ നേരിടുന്നതിനുള്ള പ്രാഥമിക പരിശീലനം നൽകും. വൈദ്യുതി ബന്ധത്തിൽ തകരാർ സംഭവിച്ചേക്കും. അതായത് ടോട്ടൽ ബ്ലാക്ക് ഔട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. പെട്ടെന്ന് വൈദ്യുതി ബന്ധം ഇല്ലാതെയാവുകയും പെട്ടെന്ന് വൈദ്യുതി ബന്ധം ഇല്ലാതാകുമ്പോൾ അതിനെ നിങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളും ഉണ്ടാവും. ഫോൺ സിഗ്നലുകൾക്കും തകരാറുകൾ സംഭവിക്കും. ആ സമയത്ത് നമ്മളുടെ വയർലെസ് കമ്മ്യൂണിക്കേഷൻ സെറ്റുകളൊന്നും തന്നെ പ്രവർത്തിക്കില്ല. പ്രേക്ഷകർക്കറിയാവുന്നതുപോലെ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുമ്പോൾ ആദ്യം അവർ ചെയ്യുക അവിടെയുള്ള കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ പൂർണ്ണമായും തകർക്കുക എന്നുള്ളതായിരിക്കും. നമ്മുടെ മൊബൈൽ ഫോണുകൾ പ്രവർത്തിക്കാൻ കഴിയാതെയാവും. രണ്ടാമത് അവർ ശ്രമിക്കുക ശത്രു രാജ്യത്തുള്ള എല്ലാ തരത്തിലുള്ള വാർത്താവിനിമയ ബന്ധങ്ങളും വിച്ഛേദിക്കുക എന്നതായിരിക്കും. ആ രാജ്യത്തുള്ള എല്ലാ ഇലക്ട്രിക്കൽ പവർ സപ്ലൈയും ഇല്ലാതാക്കുക എന്നതായിരിക്കും. തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ സംരക്ഷിക്കാനുള്ള പ്രത്യേക പരിശീലനം നൽകും. ആണവായുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ, വിഴിഞ്ഞം പോലെയുള്ള തുറമുഖങ്ങൾ, അതേപോലെയുള്ള വളരെ വ്യോമസേന താവളങ്ങൾ, വിമാനത്താവളങ്ങൾ, ഇതെല്ലാം പ്രധാനമായിട്ടും തന്ത്രപ്രധാന മേഖലകളാണ്. രക്ഷാപ്രവർത്തകർ, അഗ്നിശമന സേനാംഗങ്ങൾ എന്നിവരുടെ തയ്യാറെടുപ്പുകൾ പരിശോധിക്കും. പെട്ടെന്ന് ഒരു ബോംബിംഗ് ഉണ്ടായാൽ, പെട്ടെന്നൊരു സ്ഫോടനമുണ്ടായാൽ അവിടേക്ക് കുതിച്ചെത്തി അഗ്നിശമന സേനാംഗങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ടോ? പ്രഥമ ശുശ്രൂഷ, അടിയന്തര അഭയം എന്നിവയിൽ സാധാരണ പൗരന്മാർക്കും പരിശീലനം നൽകും. പെട്ടെന്നുണ്ടാകുന്ന ഒരു കാഷ്വാലിറ്റിയിൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് സാധാരണ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക കൂടി ചെയ്യും. പോലീസ്, പാരാമിലിറ്ററി, അഗ്നിരക്ഷാ സേനാംഗങ്ങൾ, ഹോം ഗാർഡുകൾ, NCC കേഡറ്റുകൾ, NSS വോളണ്ടിയർമാർ, ആംബുലൻസ്, ആശുപത്രികൾ, വിദ്യാർത്ഥികൾ എന്നിവർ മോക്ക് ഡ്രില്ലിന്റെ ഭാഗമാകും. രാജ്യത്തെ 259 ജില്ലകളിലാണ് ഇപ്പോൾ മോക്ക് ഡ്രിൽ നടക്കാൻ പോകുന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. കേരളത്തിലെ 14 ജില്ലകളിലും മോക്ക് ഡ്രിൽ നടക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത്.